ദ ഹോൾ വേൾഡ് ഈസ് ഓൾവേസ് ഇൻ സെൽഫിഷ്നെസ്. ഞാൻ ഇന്നും പറഞ്ഞൊരു സംഭവമാണ്. എല്ലാ ആൾക്കാരും അല്ലെങ്കിൽ ഈ ലോകം മുഴുവൻ ഒരു സെൽഫിഷ്നെസ്സിന്റെ കീഴിൽ തന്നെയാണ് ജീവിച്ചു പോകുന്നത്, അല്ലേ? ചിന്തിച്ചു നോക്കും. നമ്മൾ പറയും, നമ്മൾ ഒരുപാട് മോട്ടിവേറ്റേഴ്സ് പറയും നമ്മളൊന്ന് സെൽഫിഷ്നെസ് ആവരുത്. പക്ഷെ ഞാൻ എപ്പോഴും പറയുന്നത് നമ്മൾ എപ്പോഴും സെൽഫിഷ്നെസ് ആയിരിക്കണം. നമുക്കൊരു ഐഡന്റിറ്റി വേണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ സെൽഫിഷ്നെസ് ഉണ്ടാക്കിയെടുത്താലേ പറ്റത്തുള്ളൂ. അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണം പറയാം. നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഈ മൊബൈൽ ഫോൺ ആണെന്നുണ്ടെങ്കിലും, ഇപ്പം മൊബൈൽ ഫോൺ ആണെന്നുണ്ടെങ്കിലും കാർ ആണെന്നുണ്ടെങ്കിലും എന്തൊരു പ്രോഡക്റ്റ് ആണെങ്കിലും ബ്രാൻഡഡ് പ്രോഡക്റ്റ് ആണെന്നുണ്ടെങ്കിലും നമ്മളത് പൈസ കൊടുത്ത് മേടിച്ച് കഴിഞ്ഞാലും ജീവിതകാലം മൊത്തവും ആ ഐഡന്റിറ്റി ആരുടെയാണെന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്കും. നമ്മൾ ടാറ്റയുടെ ഒരു കാർ മേടിച്ചു, അത് നമ്മൾ ഓടിപ്പിക്കും, നമ്മൾ പൈസ കൊടുത്ത് മേടിച്ചു, നമ്മൾ ഓടിക്കുന്നു, RC ബുക്കും എല്ലാം ഓക്കെ. പക്ഷേ അതിൻ്റെ ബ്രാൻഡ് എപ്പോഴും നമ്മൾ അവരുടെ കയ്യിൽ നിന്ന് മേടിച്ചിട്ട് പോലും നമ്മൾ അവരുടെ ബ്രാൻഡ് എന്നും ബൂസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ ഉപയോഗിക്കുമ്പോഴും ടാറ്റയുടെ വണ്ടിയാണ്, അടിപൊളി വണ്ടിയാണ്. അതുപോലെ ബെൻസിന്റെ വണ്ടി എടുക്കുകയാണെങ്കിൽ ബെൻസിന്റെ വണ്ടി അടിപൊളി വണ്ടിയാണ്. അപ്പം നമ്മൾ അവരുടെ ബ്രാൻഡിനെ നമ്മൾ ജീവിതകാലം മൊത്തം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവരുടെ സെൽഫിഷ്നെസ് മാത്രമല്ല നമ്മളിലൂടെ കയറ്റി ഇറക്കി വിടുന്നത്. ചിന്തിച്ചു നോക്കും. എല്ലാ ഐറ്റംസും, ഇപ്പോൾ സോപ്പ് ആണെന്നുണ്ടെങ്കിലും നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള സോപ്പ്, മൊബൈൽ ഫോണ്, TV, ഫ്രിഡ്ജ്, AC, ഇതെല്ലാം അവരുടെ ബ്രാൻഡ് നമ്മൾ മേടിച്ചിട്ടും നമ്മളിലൂടെ അവർ പിന്നെയും പൈസ കൊടുത്ത് ഫുള്ള് നമ്മൾ എമൗണ്ട് അടച്ച് മേടിച്ചിട്ടും നമ്മളിലൂടെ അവരുടെ സെൽഫിഷ്നെസ് കടത്തി വിട്ടുകൊണ്ടിരിക്കുകയാണ്. ചിന്തിച്ചു നോക്കും. അപ്പോൾ എപ്പോഴും നമ്മൾ സെൽഫിഷ്നെസ് ആയിട്ട് ചിന്തിച്ചാൽ മാത്രമേ നമുക്ക് എപ്പോഴും ഹൈറ്റ്സിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എപ്പോഴും സെൽഫിഷ്നെസ്, സ്നേഹത്തിലാണെന്നുണ്ടെങ്കിൽ എന്തൊരു കാര്യത്തിനകത്ത് സെൽഫിഷ്നെസ് ആയിട്ട് ഇരുന്നോളൂ. ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഐഡന്റിറ്റിയും ആരും വില പോലും തരാത്ത കണ്ടീഷനിൽ പോകത്തുള്ളൂ.